പോലെ ഞാനിത് കാത്തുരക്ഷിച്ചു. അതിന്റെ അസാധാരണമായ ശക്തി വർണ്ണനാതീതമാണ്. രാമചന്ദ്ര, നിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനെ ഞാൻ നിഷേധിക്കുകയില്ല. നീ സമ്മതിക്കുകയാണെങ്കിൽ വില്ല് യജ്ഞശാലയിലേക്ക് കൊണ്ടുവരും. ആർക്കെങ്കിലും വില്ലുയർത്തി വളയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാമെന്ന് ഞാൻ അറിയിക്കുകയും ചെയ്യും. ജനകൻ അധികൃതമായി സംസാരിച്ചപ്പോൾ രാമനും ലക്ഷ്മണനും പരസ്പരം നോക്കിയെങ്കിലും മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം അവർ ഇതുവരെ അനുസരിച്ചുവന്ന ഗുരുവിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾക്കുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ആ സഹോദരന്മാരുടെ ശക്തിയും വൈഭവവും മനസ്സിലാക്കിയ വിശ്വാമിത്രൻ ജനകൻ അഭിപ്രായപ്പെട്ടതുപോലെ നടത്തുവാൻ കഴിയുമെന്നും അദ്ദേഹത്തിന്റെ മാർഗ്ഗത്തിൽ എന്തെങ്കിലും പ്രതിബന്ധമുണ്ടാകുമെന്ന ആശങ്കയെ ആവശ്യമില്ലെന്നും പറഞ്ഞു. വില്ലുകുലച്ച് ഞാൻ കെട്ടുന്നവൻ മാത്രമേ സീതയെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂവെന്ന് താൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇപ്പോൾ യജ്ഞശാലയിൽ കൊണ്ടുവരപ്പെടുന്ന വില്ല് കുലയ്ക്കുന്നതിൽ വിജയിക്കുന്നവർ ആരായാലും അദ്ദേഹത്തിന് സീതയെ നൽകുന്നതാണെന്ന് ജനകൻ പ്രഖ്യാപിച്ചു. ആ നടപടിയും വിശ്വാമിത്രൻ അംഗീകരിച്ചു. ജനകൻ മഹർഷിയോട് യാത്ര പറഞ്ഞ് രാജധാനിയിലേക്ക് പോയി. യജ്ഞശാലയിലേക്ക് വില്ലെത്തിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. ശൈവചാപം പൊതുദർശനത്തിന് വയ്ക്കുമെന്ന് വിളംബരം ചെയ്തു. ആവുന്നിടത്തോളം രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും സന്ദേശമെത്തിച്ചു. വില്ലു സൂക്ഷിച്ച പെട്ടിവെച്ച 8 ചക്രമുള്ള വാഹനം യജ്ഞശാലയിലേക്ക് കൊണ്ടുവരാൻ ഒരു കൂട്ടം മല്ലന്മാർ യജ്ഞമാരംഭിച്ചു. അവർ അത് വലിക്കുകയും ഉതുകയും ചെയ്തു. എങ്കിലും അവർക്ക് അത് ഒരടിപോലും നീക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കൂടുതൽ ശക്തന്മാരെ വിളിച്ചുകൂട്ടേണ്ടി വന്നു. അവരെല്ലാവരും ചേർന്ന് വാഹനത്തെ ഘടിപ്പിച്ച ചങ്ങല വലിച്ചും പിന്നിൽ നിന്ന് തള്ളിയും ഒരുവിധത്തിൽ വില്ല് പവിത്രമായ യജ്ഞസ്ഥലത്തെത്തിച്ചു. പുരോഹിതന്മാർ മംഗളപൂർണമായ സ്വാഗതം അരുളുന്ന മന്ത്രങ്ങൾ ചൊല്ലി. നേരം പുലർന്നു. പതിവുപോലെ 9 സംഗീതോപകരണങ്ങൾ ഉയർത്തിയ ശബ്ദം ആകാശത്തിന്റെ മേൽത്തട്ടുവരെ എത്തി. ശംഖധ്വനി തുടർച്ചയായി മുഴങ്ങി. ഗാനങ്ങളിൽ കൂടിയും കർമ്മങ്ങളിൽ കൂടിയും ദിവസത്തിന്റെ ശുഭസ്വഭാവം പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു കൂട്ടം പുരോഹിതന്മാരാലും ദിവ്യധനുസിന്റെ പൂജയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ വഹിക്കുന്ന പരിജനങ്ങളാലും അനുഗതനായി ജനകചക്രവർത്തി യജ്ഞശാലയിലേക്ക് പ്രവേശിച്ചു. ഈ സമയത്തിനു മുമ്പുതന്നെ രാജാക്കന്മാർ, രാജകുമാരന്മാർ, മന്ത്രിമാർ, രാജസ്തുതിപാഠകന്മാർ, മഹർഷിമാർ, വിദ്വാൻമാർ എന്നിവരെക്കൊണ്ട് യജ്ഞശാല നിറഞ്ഞിരുന്നു. ജനകൻ കടന്നുവന്നതോടുകൂടി രാജ്യത്തിന്റെ ഭരണാധിപനോടുള്ള ബഹുമാനം പ്രദർശിപ്പിക്കുവാനായി മുഴുവൻ സദസ്യരും എഴുന്നേറ്റുനിന്നു. വേദപണ്ഡിതന്മാർ അനുഗ്രഹം വർഷിക്കുന്നതിന് ദേവതമാരോട് പ്രാർത്ഥനാരൂപത്തിൽ അഭിസംബോധന ചെയ്യുന്ന മന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലി. അവരുടെ ആശ്ചര്യദ്യോതകമായ ശബ്ദം ഏകദാനത്തിൽ സ്വർഗം വരെയെത്തി. എല്ലാവരും പ്രതീക്ഷാനിർഭരരായിരുന്നു. അവർ ഒരിക്കലും കണ്ണിമയ്ക്കാതെ മുന്നോട്ടുതന്നെ നോക്കി നിന്നു. ജനകൻ ഭക്ത്യാദരങ്ങളോടെ വില്ലുവെച്ച വാഹനത്തിന്റെ ചുറ്റും നടന്ന് അതിനെ പ്രസാദിപ്പിക്കാനുള്ള സ്തോത്രങ്ങൾ ചൊല്ലി പുഷ്പാർച്ചന നടത്തി. ആ ദിവ്യധനുസിന്റെ മുമ്പിൽ അദ്ദേഹം നമസ്കരിച്ചു. അനന്തരം വിശിഷ്ട സദസ്സിനു നേരെ തിരിഞ്ഞുനിന്ന് അദ്ദേഹം അറിയിച്ചു, മഹർഷിക്ക് നമസ്കാരം. ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള സർവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ വർഷങ്ങളായി എന്റെ പൂർവ്വപിതാക്കന്മാരും അതുപോലെ മറ്റനേകം രാജാക്കന്മാരും ഈ ദിവ്യധനുസിനെ പൂജിക്കുന്നുവെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതിനു പുറമെ ആരും തന്നെ ദേവനോ അസുരനോ യക്ഷനോ രാക്ഷസനോ ഗരുഡനോ ഗന്ധർവനോ കിന്നരനോ മഹോരഗനോ ആയിക്കൊള്ളട്ടെ, ആരും തന്നെ ഇതുവരെ ഈ വില്ല് ഒന്നു പൊക്കുവാനോ നിവർത്തി ഞാൻ കെട്ടുവാനോ പ്രാപ്തരായിട്ടില്ല. പരിശ്രമിച്ചവരെല്ലാം അഭിമാനഭംഗത്തോടെ മടങ്ങുകയാണ് ഉണ്ടായത്. അത് വകവയ്ക്കാതെ ഇന്ന് ആ വില്ല് യജ്ഞശാലയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ വീണ്ടും തീരുമാനിച്ചു. ഇവിടെ സമ്മേളിച്ചിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഞാൻ കെട്ടിയിട്ട് അതിലൊരസ്ത്രം ചേർക്കുകയോ അല്ലെങ്കിൽ സ്വന്തം കൈയിൽ വില്ലിന്റെ ഭാരം താങ്ങുകയോ ചെയ്യാൻ പ്രാപ്തനാവുന്നുവെങ്കിൽ അവർക്ക് മുമ്പോട്ട് വന്ന് ഈ സന്ദർഭം പ്രയോജനപ്പെടുത്താം. വില്ല് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ വാക്കുകളോടെ ജനകൻ സദസ്സിനു മുമ്പാകെ കൈകൂപ്പി വണങ്ങി സിംഹാസനസ്ഥനായി. ധനുർഭംഗം. വിശ്വാമിത്രൻ മന്ദസ്മിതത്തോടുകൂടി രാമനെ ഒന്ന് നോക്കി. ഉടനെ മുടി പൊന്തിക്കുകയും വലതുകൈകൊണ്ട് അതിന്റെ ഇരുമ്പു സമോ കൂടാതെ പെട്ടിയിൽ നിന്ന് വില്ലെടുത്ത് പൊക്കുകയും ചെയ്തു. വില്ല് കുത്തനെ പിടിച്ച് എല്ലാ മുഖങ്ങളിലും ആശ്ചര്യം വർഷിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഈ അത്ഭുതം കണ്ടുനിന്ന ആയിരങ്ങൾ, പൗരന്മാർ, രാജാക്കന്മാർ, രാജകുമാരന്മാർ, മഹർഷിമാർ, മുതിർന്നവർ ആകാശത്തിൽ പ്രതിധ്വനി തുടർന്നുണ്ടാവുന്നത്രത്തിൽ കരഘോഷം മുഴക്കി. ഉടനെ രാമൻ ധനുസിന് ഞാൻ മുറുക്കിക്കെട്ടി സന്തോഷപൂർവ്വം ലാഘവത്തോടെ ഒരുമ്പു ചേർത്ത് അതയക്കുന്നതിന് ഞാൻ കാതുവരെ വലിച്ചു. പക്ഷേ പെട്ടെന്ന് വില്ലൊടിഞ്ഞുവീണുണ്ടായത്. അസാധാരണവും അപ്രതീക്ഷിതവുമായ ധനുർഭംഗം ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു, സംഭ്രമിച്ചു, ഭയപ്പെട്ടു. മറ്റു ചിലർ വെപ്രാളം പിടിച്ച് ഓട്ടി. മഹർഷിമാർ ഈശ്വരപ്രാർത്ഥന നടത്തി. എന്തിനിനിയും വിസ്തരിക്കുന്നു? ജനകൻ, വിശ്വാമിത്രൻ, സഹോദരന്മാരായ രാമലക്ഷ്മണന്മാർ എന്നിവരൊഴിച്ച് ബാക്കി അവിടെ കൂടിയിരുന്നവരെല്ലാം വിവരണാതീതവും ആശ്വസിപ്പിക്കാൻ അസാധ്യവുമായ കൊടുഭീതിയിൽ നിമജ്ജിതരായി.
ഇതിനിടയിൽ ജനകൻ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് വിശ്വാമിത്രന്റെ മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഗുരു, രാമനുള്ളതിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ടെന്നവകാശപ്പെടാൻ ഈ ഭൂമിയിലാരുമില്ല. ഭയമല്ല ഈ ശക്തി. ഞാൻ പ്രതിജ്ഞ നിറവേറ്റാം. വില്ലെടുത്തുയർത്തി വളച്ചു പൊട്ടിച്ചവന് ഞാൻ സീതയെ വിവാഹം ചെയ്തു കൊടുക്കാം. വിശ്വാമിത്രൻ പറഞ്ഞു, ജനക, ആ വാർത്ത ദശരഥ ചക്രവർത്തിയെ അറിയിക്കുകയും അദ്ദേഹം വന്നതിനുശേഷം ഈ ശുഭസംഭവം ആഘോഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതാണെന്റെ ആഗ്രഹം. രാമൻ പിതാവിനെ അനുസരിക്കുന്നതിൽ വളരെ താൽപ്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് ദശരഥൻ അംഗീകാരം നൽകാതെ രാമൻ വിവാഹത്തിന് സമ്മതിക്കില്ല. അതുകേട്ട ജനകൻ ചില മന്ത്രിമാരെയും ബ്രാഹ്മണരെയും വിളിച്ചു. പിറ്റേന്ന് പുലർച്ചയ്ക്ക് തന്നെ അയോധ്യയിലേക്ക് യാത്ര ചെയ്യാൻ ശട്ടം കെട്ടി. അതിവേഗം ഓടുന്ന കുതിരകളെ പൂട്ടിയ രഥങ്ങളിൽ അവർ യാത്ര ചെയ്തു. 3 രാവും 3 പകലും യാത്ര ചെയ്തു. 4-ാം ദിവസം രാവിലെ അയോധ്യയിലെത്തി. രാജധാനിയുടെ പ്രധാന കവാടത്തിൻ മുന്നിൽ തന്നെ രഥങ്ങൾ നിർത്തി. കഴിയുന്നതും വേഗം കാവൽഭടന്മാർ ചക്രവർത്തിയെ വിവരം അറിയിക്കുകയായിരുന്നു ലക്ഷ്യം. കാവൽഭടന്മാർ അവരുടെ പേരും ആഗമനത്തിന്റെ ഉദ്ദേശ്യവും അന്വേഷിച്ചു. തങ്ങൾ മിഥിലയിൽ നിന്നും വരുന്നതാണെന്നും ചക്രവർത്തിയെ കാണേണ്ടതുണ്ടെന്നും അദ്ദേഹത്തെ അറിയിക്കാൻ അവർ അപേക്ഷിച്ചു. ഭടന്മാർ അതിവേഗം ദശരഥനെ വിവരമറിയിച്ചു. ഒട്ടും താമസിയാതെ രാജധാനിയിൽ ചക്രവർത്തിയുടെ സന്നിധിയിലേക്ക് അവരെ ആനയിച്ചു. മിഥിലയിലെ ബ്രാഹ്മണരും മന്ത്രിമാരും ദശരഥനെ സിംഹാസനത്തിൽ കണ്ടപ്പോൾ വാർദ്ധക്യമായിരുന്നെങ്കിലും അദ്ദേഹത്തിൽ ദിവ്യപ്രകാശം പ്രസരിക്കുന്നതായി തോന്നി. ഓജസ്സുള്ളതും ആദരവർഹിക്കുന്നതുമായ അദ്ദേഹത്തിനു മുൻപിൽ നിന്നപ്പോൾ അവർ മടിയോ മറച്ചുവെക്കലോ കൂടാതെ നമസ്കരിച്ചു. അവർ എഴുന്നേറ്റുനിന്ന് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ മിഥിലാചക്രവർത്തിയായ ജനകന്റെ ദൂതന്മാരാണ്. അങ്ങയുടെയും രാജ്യത്തിന്റെയും ക്ഷേമം അന്വേഷിച്ചറിയാൻ മിഥിലാചക്രവർത്തി ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ അംഗീകാരത്തോടുകൂടി രാജഗുരുവായ മഹാനായ സദാനന്ദന്റെ സമ്മതത്തോടുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങയെ അറിയിക്കുന്നതിനായി ജനകമഹാരാജാവിനാൽ അയക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ദശരഥന്റെ മുഖം മന്ദസ്മിത്താൽ പ്രകാശിലായി. അദ്ദേഹത്തിന്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. മിഥിലയിൽ നിന്നുമെത്തിയ നിവേദക സംഘത്തിന്റെ വിനയവും സ്വഭാവവും അദ്ദേഹത്തെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓ ബ്രാഹ്മണോത്തമന്മാരെ, മിഥിലാരാജ്യത്തെ മന്ത്രിമാരെ, അയോധ്യാരാജ്യത്തിന്റെ ഭരണത്തിൽ യാതൊരു പോരായ്മയുമില്ല. അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങൾക്കും എവിടെയും യാതൊരു വിഘ്നവുമില്ല. എന്റെ പ്രജകളുടെ ക്ഷേമകവും ആധ്യാത്മികവുമായ പുരോഗതിയുടെ പാതയിൽ യാതൊരിടത്തുനിന്നും യാതൊരു വിഘ്നവുമില്ല. എന്റെ പ്രജകൾ ഐശ്വര്യമുള്ളവരാണ്. ഏറ്റവും ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് അവർ അചഞ്ചലരായി മുന്നേറുകയാണ്. എനിക്കിതെല്ലാം നിങ്ങളോട് പറയുന്നതിൽ സന്തോഷം. മിഥിലാചക്രവർത്തിയായ ജനകന്റെ ആരോഗ്യത്തെയും ക്ഷേമത്തെപ്പറ്റിയും അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ വേദോക്തമായ കർമ്മങ്ങളുടെ തടസ്സം കൂടാതെയുള്ള അനുഷ്ഠാനത്തെയും കുറിച്ചും അറിയാൻ ഞാനാഗ്രഹിക്കുന്നു. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സന്ദേശം അറിയാൻ എനിക്ക് ഉത്കണ്ഠയുണ്ട്. അത് മറച്ചുവെക്കാതെ എന്നെ അറിയിക്കാവുന്നതാണ്. ഇത്രയും മൃദുവായും മധുരമായും ദശരഥൻ അനുവാദം നൽകിയപ്പോൾ മന്ത്രിമാർ ബ്രാഹ്മണരോട് സംസാരിക്കാൻ അടയാളം കാണിച്ചു. പ്രധാന പുരോഹിതൻ സ്ഥാനത്തുനിന്നെഴുന്നേറ്റ് സന്ദേശം ഇങ്ങനെ നൽകി, മഹാനും സാർവഭൗമനുമായ ഭരണകർത്താവേ, ഞങ്ങളുടെ മഹാരാജാവായ ജനകൻ തന്റെ മകളായ സീതയെ മഹാപരാക്രമിയും വീരനുമായ ഒരുവനെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സംശയമില്ല, അങ്ങും അറിഞ്ഞിരിക്കണം. അനേകം രാജകുമാരന്മാർ തങ്ങളുടെ അർഹത തെളിയിക്കുവാൻ ശ്രമിച്ചിട്ട് ഹതാശരായി മടങ്ങിയിട്ടുണ്ടെന്നും അങ്ങ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈശ്വരേച്ഛയനുസരിച്ച് അങ്ങയുടെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനും ഞങ്ങളുടെ മഹാരാജാവ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള മഹായജ്ഞം കാണാനായി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങയുടെ മൂത്തപുത്രനായ രാമൻ തന്റെ അനുപമമായ ശക്തികൊണ്ട് സീതാദേവിയെ നേടിയിരിക്കുന്നു. മഹാരാജാവേ, ഞങ്ങളെന്താണ് പറയേണ്ടത്? ഞങ്ങൾ എങ്ങനെയാണത് വർണ്ണിക്കേണ്ടത്? യജ്ഞശാലയിൽ സമ്മേളിച്ചിരുന്ന മഹർഷിമാർ, രാജാക്കന്മാർ, രാജകുമാരന്മാർ മുതലായവർ നോക്കെ പരാക്രമത്തിന്റെ പരമോന്നത ശൃംഗത്തിലെത്തിയിരുന്ന രാമൻ ശിവചാപം എടുത്തുയർത്തി നടുപിടിച്ച് കുത്തനെ നിർത്തി ഞാൻ കെട്ടിമുറുക്കി. അസ്ത്രമയയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ അജീയമായ പവിത്രധനുസ് രണ്ടായി ഒടിഞ്ഞു. ആ ശിവധനുസ് എടുത്തുയർത്തുന്നവന് സീതയെ വിവാഹം ചെയ്തു കൊടുക്കുമെന്നായിരുന്നു പ്രതിജ്ഞ. അതനുസരിച്ച് അവിടെ സമ്മേളിച്ചിരുന്ന മഹർഷിമാരും ഞങ്ങളുടെ മഹാരാജാവും രാജകുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യത്തിൽ അങ്ങയുടെ അനുവാദം ലഭിക്കുവാനായി അപേക്ഷിക്കുവാനും അങ്ങയെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യാനും കുലഗുരു, പുരോഹിതന്മാർ, മന്ത്രിമാർ, സ്തുതിപാഠകന്മാർ, ബന്ധു വിശ്വസിക്കുന്നു. മഹാരാജാവേ, നാം നടത്തിക്കൊണ്ടിരിക്കുന്ന യജ്ഞം ഇന്നോ രാവിലെ അവസാനിക്കും. യജ്ഞം അവസാനിച്ചതിനുശേഷം സീതയുടെയും രാമന്റെയും വിവാഹം നടത്തണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങയുടെ അനുവാദമുണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ദശരഥൻ ആനന്ദം കൊണ്ട് പുളകിതനായി. തെളിഞ്ഞ മന്ദസ്മിതത്താൽ അദ്ദേഹത്തിന്റെ മുഖം തിളങ്ങി. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ,
അങ്ങാണ് ദാതാവ്. ദാതാവിന്റെ മധുരോദാരമായ ഇച്ഛയ്ക്കും സന്തോഷത്തിനുമനുസരിച്ചാണ് ദാനം സ്വീകരിക്കേണ്ടതെന്ന് ഗുരുജനങ്ങൾ പറയുന്നു. അതുകൊണ്ട് അങ്ങയ്ക്കെപ്പോൾ ദാനം ചെയ്യാൻ ഇഷ്ടമുണ്ടോ അപ്പോൾ ഞാൻ അത് സ്വീകരിക്കുവാൻ തയ്യാറാണ്. ദശരഥൻ ഇത്രയും ഫലിതത്തോടും ഇത്രയും ഹൃദയദ്രവീകരണ ശക്തിയുള്ള സ്നേഹത്തോടും കൂടി സംസാരിച്ചപ്പോൾ ജനകൻ ഉള്ളിൽ നിറഞ്ഞുവരുന്ന ആനന്ദത്തിന് അധീനനായി. അപ്പോഴേക്കും രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയോടുകൂടി യജ്ഞശാലയിലേക്ക് പ്രവേശിച്ചു. അവർ പിതാവിന്റെയും വസിഷ്ഠൻ, വാമദേവൻ തുടങ്ങിയ ഗുരുഭൂതന്മാരുടെയും മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്തു. കുറേക്കാലമായി കാണാതിരുന്ന മക്കളുടെ മേൽ പതിച്ച ദശരഥന്റെ നയനങ്ങൾ ആനന്ദം കൊണ്ട് തിളങ്ങി. അദ്ദേഹം അവരെ പിടിച്ചു മാറോടണച്ചു. കൈകൾ അവരുടെ ചുമലിൽ വെച്ചു. അങ്ങനെ മക്കളെ ഓമനിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛനുണ്ടായ ആനന്ദം കണ്ട് ബ്രാഹ്മണരും മന്ത്രിമാരും ആ പുത്രസ്നേഹത്തിന്റെ ആഘാതതയെ വിലമതിക്കുന്നതിൽ തങ്ങളെത്തന്നെ വിസ്മരിച്ചു. അവർ മനസ്സാ ചെയ്ത അഭിനന്ദനത്തിൽ സ്വയം ലയിച്ചുപോയി. ദശരഥൻ സ്നേഹപൂർവ്വം മക്കളുമായി സംഭാഷണം നടത്തി. രാക്ഷസശക്തികളുടെ പരാക്രമങ്ങളിൽ നിന്ന് തങ്ങൾ രക്ഷിച്ച യജ്ഞത്തെപ്പറ്റിയുള്ള അവരുടെ ലളിതമധുരമായ വർണ്ണനം അദ്ദേഹം ശ്രദ്ധിച്ചു. വിശ്വാമിത്രന്റെ ആശ്രമത്തിൽ നിന്ന് മിഥിലയിലേക്കുള്ള യാത്രയിലെ വിവരണം അവർ അദ്ദേഹത്തിനു പറഞ്ഞുകൊടുത്തു. ഈ വിവരണം വസിഷ്ഠൻ, വാമദേവൻ, മറ്റു മഹർഷിമാർ, ഭരതൻ, ശത്രുഘ്നൻ, സുമന്ത്രർ, മറ്റു മന്ത്രിമാർ, സ്തുതിപാഠകന്മാർ, കുലീനന്മാർ എന്നിവരും ശ്രദ്ധിച്ചു. വിവരണത്തിന്റെ ഊടും പാവുമായ അത്ഭുതവും അയവിറക്കിക്കൊണ്ട് അവർ രാത്രി കഴിച്ചു. വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ചെയ്യുന്നതിൽ നിമഗ്നമായിരുന്നു ജനകൻ. അദ്ദേഹം മിക്കപ്പോഴും രാജധാനിയിൽ തന്നെയായിരുന്നു. ശരിയായ നിലയിൽ വിവാഹകർമ്മങ്ങൾക്ക് പ്രാരംഭമായി അനുഷ്ഠിക്കേണ്ടതായ വിവിധ കർമ്മങ്ങൾക്കും ആവശ്യമായ ആളുകളെയും സാധനങ്ങളെയും ഒരുക്കുട്ടുവാൻ ജനകൻ മുഖ്യപുരോഹിതനായ സദാനന്ദനെ രാജധാനിയിലേക്ക് വരുത്തി. അദ്ദേഹത്തോട് ആദരസമനിതം അപേക്ഷിച്ചു. അവർ മറുപടി നൽകി, മഹാരാജാവേ, യജ്ഞം ഇന്ന് സമാപിച്ചു. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ ആചാരസംബന്ധമായ ചടങ്ങുകൾ നിർവഹിക്കുന്നതിന് ശുഭമായ ചില മുഹൂർത്തങ്ങളുണ്ടെന്ന് കാണുന്നു. അങ്ങ് അറിയണമെന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം വിവരങ്ങൾ നൽകാം. ഇത് കേട്ടപ്പോൾ സദാനന്ദനെ വന്ദിച്ചുകൊണ്ട് ജനകൻ പറഞ്ഞു, ഗുരോ, ഇന്നലെ രാത്രി എനിക്ക് ദശരഥന്റെ സമ്മതം കിട്ടി. ഇത് തീർച്ചയായും മഹാഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. എന്റെ ഇളയ സഹോദരൻ കുശധ്വജൻ ഇപ്പോൾ ഇവിടെയില്ല. മുഖ്യപുരോഹിതന്മാർ ആവശ്യപ്പെടുമ്പോഴെല്ലാം യജ്ഞത്തിനാവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്ന തിരക്കിലായിരുന്നു അവൻ ഈ ദിവസങ്ങളിലൊക്കെ. അവനടുത്തില്ലാതെ ഏറ്റവും ശുഭമായ ഈ കർമ്മം നടത്താൻ എനിക്ക് മടിയുണ്ട്. ആ കാര്യത്തിൽ അവനുള്ള സന്തോഷം നാം കളയരുതല്ലോ. അവനെ എത്രയും വേഗം ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുമുണ്ട്. അവന്റെ ആഗമനത്തിനു ശേഷം ദിവസം നിശ്ചയിക്കുകയായിരിക്കും ഉത്തമം എന്നാണെന്റെ പക്ഷം. സദാനന്ദൻ പറഞ്ഞു, നല്ലത് നല്ലത്, അത് നമുക്കെല്ലാം അളവറ്റ ആനന്ദം നൽകും. ഇതു പറഞ്ഞ് അദ്ദേഹം യാത്രയായി. കഴിയും വേഗം സഹോദരനെ മിഥിലയിലേക്ക് കൊണ്ടുവരണമെന്ന നിർദ്ദേശവുമായി ജനകൻ ദൂതന്മാരെ അയച്ചു. അവർ അദ്ദേഹത്തെ തലസ്ഥാന നഗരിയായ ശംഖ്യാസയിൽ കണ്ടെത്തി. സാധാരണ കുതിരകളേക്കാൾ കൂടുതൽ ഗതിവേഗമുള്ള കുതിരകളാണ് അവരെ അത്രയും വേഗം അവിടെ എത്തിച്ചത്. അവർ അദ്ദേഹത്തെ മഗധയിലെ സംഭവവികാസങ്ങൾ അറിയിച്ചു. കുശധ്വജൻ ഉള്ളിൽ നിന്നും ഉദഗമിച്ച് ആനന്ദപ്രവാഹത്തിന് അധീനനായി. അദ്ദേഹം അതിവേഗം ബന്ധുജനങ്ങളെയും പരിജനങ്ങളെയും വരുത്തി. ദാനവസ്തുക്കൾ, സമ്മാനവസ്തുക്കൾ, അർച്ചനാസാധനങ്ങൾ, മറ്റനേകം അമൂല്യവസ്തുക്കൾ എല്ലാം രഥങ്ങളിൽ നിറച്ചു. അന്നോരാത്ര തന്നെ പുറപ്പെട്ട് അതിവേഗം മിഥിലയിലെത്തി. സഹോദരന്റെ ആഗമനം പ്രതീക്ഷിച്ച് അക്ഷമനായി കഴിഞ്ഞിരുന്ന ജനകൻ സഹോദരനെ പ്രേമപൂർവ്വം ആശ്ലേഷിച്ചു. അദ്ദേഹത്തിനുണ്ടായ ആനന്ദം അവാച്യമായിരുന്നു. കുശധ്വജൻ ജ്യേഷ്ഠന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. സദാനന്ദനെയും അദ്ദേഹം നമസ്കരിക്കുകയുണ്ടായി. അനന്തരം അവർ 3 പേരും ഭാവികാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിനായി ഉയർന്ന ഇരിപ്പിടങ്ങളിലിരുന്ന് ചർച്ച ആരംഭിച്ചു. ഒടുവിൽ ചെയ്യേണ്ടതെന്തെന്നതിനെപ്പറ്റി തീരുമാനത്തിലെത്തിയ ശേഷം സമാരാധ്യനും സമുന്നത രാജതന്ത്രജ്ഞനുമായ സുദാമാനെ വരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു, മന്ത്രി, അങ്ങ് ഇപ്പോൾ തന്നെ ദശരഥന്റെ സന്നിധിയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിമാർ, പുരോഹിതന്മാർ, സ്തുതിപാഠകന്മാർ, ബന്ധുജനങ്ങൾക്ക് കൂടെ കൊണ്ടുവരാനിഷ്ടപ്പെടുന്ന മറ്റുള്ളവർ ഇവരെല്ലാം ഒന്നിച്ച് ഈ രാജധാനിയിലേക്ക് എഴുന്നള്ളാൻ അപേക്ഷിക്കൂ. അർഹിക്കുന്ന ബഹുമാനാദരങ്ങളോടുകൂടി വേണം അവരെ ആനയിക്കാൻ. സുദാമാൻ തന്നോടൊന്നിച്ച് ഒരു കൂട്ടം രാജസ്തുതിപാഠകരെയും വിദ്വാൻമാരെയും കൊട്ടാരപുരോഹിതന്മാരെയും കൂട്ടി ചക്രവർത്തിയെയും സംഘത്തെയും കൊണ്ടുവരുന്നതിന് ഭംഗിയായി അലങ്കൃതങ്ങളായ രഥങ്ങൾ തയ്യാറാക്കി. ദശരഥൻ താമസിച്ചിരുന്ന രാജധാനിയിലേക്ക് ചെന്ന് താൻ കൊണ്ടുവന്ന സന്ദേശം മൃദുമധുരമായ രീതിയിൽ ദശരഥൻ സമർപ്പിച്ചു. വലിയ ഉപചാരത്തോടുകൂടി ജനകന്റെ രാജധാനിയിലേക്ക് ക്ഷണിച്ചു. ദശരഥൻ തയ്യാറായിരുന്നു. അദ്ദേഹം അനുയായികളോടുകൂടി ഉടൻ പുറപ്പെട്ട് ജനകന്റെ ദർബാർ ഹാളിലെത്തി. അവസരത്തിനും പദവിക്കും അന്തസ്സിനും യോജിച്ച വിധം അവർ അന്യോന്യം അഭിവാദനം ചെയ്തു. അവർക്കുവേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ ആസനങ്ങളിലിരുന്നു. ഇക്ഷ്വാകുവംശ വിവരണം. പിന്നെ ദശരഥൻ എഴുന്നേറ്റ് പറഞ്ഞു, രാജനക,
ഇക്ഷ്വാകുരാജവംശത്തിന് വസിഷ്ഠമഹർഷിയാണ് ഭൂമിയിലെ ദൈവം. അദ്ദേഹം ഞങ്ങളുടെ പരമഗുരുവാണ്. ഞങ്ങളുടെ രാജവംശത്തിന്റെ പാരമ്പര്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ആധികാരികമായി സംസാരിക്കാം. ദശരഥൻ ഇരുന്ന ശേഷം വസിഷ്ഠൻ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചു. രാജഗുരോ, ഇവിടെ സമ്മേളിച്ചവരെല്ലാം ശ്രദ്ധിക്കുക. അവ്യക്തനും പരമോന്നതനും അനശ്വരനും പരിശുദ്ധനുമായ ബ്രഹ്മാവ് ഇച്ഛാശക്തികൊണ്ട് മരീചിയെ സൃഷ്ടിച്ചു. മരീചിയുടെ മകൻ കാശ്യപൻ, അദ്ദേഹത്തിന്റെ മകൻ സൂര്യൻ, സൂര്യന്റെ മകൻ മനു, മനുവിന് വൈവസ്വതമനു എന്ന പേരുള്ള മകൻ. അദ്ദേഹം ജനങ്ങളെ ഭരിച്ചു. അദ്ദേഹം പ്രജാപതി എന്ന സ്ഥാനപ്പേർ നേടി. അദ്ദേഹത്തിന് ഇക്ഷ്വാകു എന്നൊരു പുത്രൻ പിറന്നു. അദ്ദേഹമായിരുന്നു ആദ്യമായി അയോധ്യയുടെ ആധിപത്യം വഹിച്ചത്. അതുകൊണ്ട് ആ രാജവംശത്തിന് ഇക്ഷ്വാകുവംശം എന്ന പേർ വന്നു. ഇക്ഷ്വാകുവിന്റെ മകനാണ് കുക്ഷി. കുക്ഷിയുടെ പുത്രൻ വികുക്ഷി എന്ന പേർ. അദ്ദേഹത്തിന്റെ മകൻ ബാണൻ. അദ്ദേഹത്തിന്റെ പുത്രൻ അനാരണ്യൻ. അനാരണ്യൻ ത്രിശങ്കു എന്ന മകൻ പിറന്നു. ത്രിശങ്കുവിന്റെ മകൻ ധുന്ധുമാരൻ. ധുന്ധുമാരന്റെ പുത്രൻ യുവനാശ്വൻ. യുവനാശ്വന്റെ പുത്രന്റെ പേർ മന്ധാത. അദ്ദേഹത്തിന്റെ പുത്രനായ സുസന്ധിക്ക് 2 പുത്രന്മാരുണ്ടായി, ദൈവസന്ധിയെന്നും പ്രസേനജിത്ത് എന്നും. ദൈവസന്ധിയുടെ പുത്രനാണ് പ്രസിദ്ധനായ ഭരതൻ. ഭരതന്റെ മകൻ അസിതൻ. അസിതൻ രാജഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഹൈഹേന്മാരും താലജംഘന്മാരും ശശിബിന്ദുക്കളും യോജിച്ച് അയോധ്യയെ ആക്രമിച്ചു. അസിതൻ തന്റെ 2 രാജ്ഞിമാരോടൊപ്പം രാജ്യം വിട്ട് ഹിമാലയ പ്രദേശത്തേക്ക് പോകേണ്ടിവന്നു. അദ്ദേഹം ഭൃഗുപ്രശവനം എന്ന സ്ഥലത്ത് അഭയം തേടി. വർഷങ്ങൾക്കുശേഷം അദ്ദേഹം അവിടെ വെച്ച് ചരമഗതി പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ 2 രാജ്ഞിമാരും അദ്ദേഹം മരിക്കുമ്പോൾ ഗർഭവതികളായിരുന്നു. അവർ ച്യവനന്റെ ആശ്രമത്തിൽ രക്ഷ നേടി. അവരുടെ സ്ഥിതി കണ്ട് കരുണാർദ്രനായ ച്യവനൻ അവരെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു: മാതാക്കളെ, ഒരു നിലയിലും ഭയപ്പെടേണ്ട. ഇത് നിങ്ങളുടെ സ്വന്തം ഭവനമാണ്. നിങ്ങൾക്ക് സുഖപ്രസവമുണ്ടാകും. നിങ്ങൾക്ക് ശക്തന്മാരും തേജസ്സികളും ഭാഗ്യശാലികളുമായ കുട്ടികളുണ്ടാവും. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഫലിച്ചു. കുറച്ചു ദിവസങ്ങൾക്കിടയിൽ മൂത്തരാജ്ഞി സഗരൻ എന്ന പുത്രനെ പ്രസവിച്ചു. അവൻ പിന്നീട് അയോധ്യാചക്രവർത്തിയായി അഭിഷിക്തനാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പുത്രനാണ് അസമഞ്ജൻ. അസമഞ്ജന്റെ മകൻ അംശുമാൻ. അംശുമാന്റെ പുത്രനാണ് ദിലീപൻ. അദ്ദേഹത്തിന്റെ മകൻ ഭഗീരഥൻ. ഭഗീരഥന്റെ പുത്രൻ കാകുസ്തൻ. കാകുസ്തന്റെ മകൻ രഘു. രഘുവിന് പ്രവൃദ്ധനൻ എന്ന മകൻ പിറന്നു. പ്രവൃദ്ധനന്റെ പുത്രൻ സുദർശനൻ. അദ്ദേഹത്തിന്റെ മകൻ അഗ്നിവർണൻ. അഗ്നിവർണൻ ശീഘ്രകൻ എന്ന പുത്രനുണ്ടായി. ശീഘ്രകൻ മാരു എന്ന പുത്രൻ. അവനുശേഷം സിംഹാസനം പിതാവിൽ നിന്നും പുത്രനിലേക്ക് വന്നു. തുടർച്ചയായി പ്രശുദ്രുകൻ, അംബരീഷൻ, നഹുഷൻ. നഹുഷന്റെ മകനാണ് യയാതി. യയാതിയുടെ പുത്രൻ നഹുൻ. നഹുന്റെ മകൻ അജൻ. അജന്റെ മകനാണ് ദശരഥൻ. ദശരഥന് 4 പുത്രന്മാർ: രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ഓരോ പുത്രന്മാരും അമൂല്യരത്നങ്ങളാണ്. ജ്യേഷ്ഠപുത്രനായ രാമൻ ശിവചാപം വളച്ചു ഞാൺകെട്ടി വില്ലൊടിച്ചു. അല്ലയോ രാജഗുരോ, പവിത്രവും ശുദ്ധവുമാണ് ഈ രാജവംശം. ഈ വംശത്തിൽ ജനിച്ച ഓരോരുത്തരും ആധ്യാത്മിക പ്രകാശം നേടിയിട്ടുണ്ട്. ആത്മീയ ശോഭയിൽ പ്രശോഭിച്ചിട്ടുമുണ്ട്. അവർ ധർമ്മിഷ്ഠന്മാരാണ്. കൂടാതെ വീരന്മാരുടെ മുൻപന്തിയിലുമാണ്. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും വംശത്തിന്റെ ചരിത്രാഖ്യാനങ്ങളിൽ വെളിച്ചം വീശുന്ന വിലപ്പെട്ട ദീപങ്ങളാണ്. വിവാഹമെന്ന ശുഭസംസ്കാരം ലക്ഷ്മണനും കൂടി നടത്തപ്പെട്ടത് അധികാമ്യമായിരിക്കുമെന്ന് ഞാനിപ്പോൾ അഭിപ്രായപ്പെടുന്നു. കാരണം അവൻ രാമന്റെ പ്രതിബിംബമാണ്. അങ്ങയുടെ മകൾ ഊർമിള ലക്ഷ്മണന്റെ വധു എന്ന നിലയിൽ പ്രശോഭിക്കും. മടിക്കണ്ട, ആലോചിച്ച് തീരുമാനിച്ച് ആവശ്യമുള്ള ഒരുഗണങ്ങൾ ചെയ്യുക. വസിഷ്ഠൻ സദസ്സിനെ അനുഗ്രഹിച്ച് സ്വസ്ഥാനത്തിരുന്നു. ജനകവംശ വിവരണം മഹർഷി വസിഷ്ഠന്റെ അധരങ്ങളിൽ നിന്നും ഇക്ഷ്വാകുവംശത്തിന്റെ വിവരണം കേട്ടതിനുശേഷം ജനകൻ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു പറഞ്ഞു: അല്ലയോ ബ്രഹ്മർഷേ, ഒരു കുലീന ഗോത്രത്തിലെ അംഗം തന്നെ തന്റെ പുത്രിയുടെ വിവാഹം നടത്തുമ്പോൾ സ്വന്തം വംശത്തിന്റെ ചരിത്രപ്രഭാവം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ശരിയല്ലേ? ഞാൻ പറയുകയാണ്. കാരണം എന്റെ പൂർവ്വപിതാക്കന്മാരുടെ പേർ വീണ്ടും വീണ്ടും സ്മരിക്കുകയും അവരുടെ പ്രതാപപരാക്രമങ്ങളെയും രാജപ്രൗഢിയെയും പ്രദാനം ചെയ്യുന്നു. ഈ വംശത്തിലെ പൂർവ്വപിതാക്കന്മാരുടെ അനുഗ്രഹത്താലാണ് ഞാനീ ശരീരം സ്വീകരിച്ച് ജനിച്ചത്. ഈ മഹാസമ്മേളനത്താലേ അത് ന്യായീകരിക്കപ്പെടാനും അതിന്റെ ആവശ്യം നിറവേറ്റപ്പെടാനും ഇടയാവുകയുള്ളൂ.